നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശക്തമായ മഴയും കാറ്റും മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വ്യാപകമായ കൃഷിനാശം. ശക്തമായ കാറ്റിൽ വാഴകൾ നശിച്ചത് കർഷകന് ദുരിതമായി. ഓണവിപണി ലക്ഷ്യം കണ്ടുണ്ടാക്കിയ വാഴകളാണ് നശിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. പച്ചനാട്ടുകര ചെത്തല്ലൂരിലെ തെക്കുമുറി പാടശേഖരങ്ങളിൽ കുലച്ച വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കൂരിക്കാട്ടിൽ രാമചന്ദ്രൻ, പൂങ്ങാട്ട് വിജയൻ, കൂരിക്കാട്ടിൽ കുമാരൻ എന്നിവരുടെ വാഴത്തോട്ടങ്ങളിലെ വാഴകളാണ് ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. ഇതിൽ കൂരിക്കാട്ടിൽ രാമചന്ദ്രൻ്റെ മൊത്തം 400 വാഴകൾ വെച്ചതിൽ 150ലധികം വാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. വരുന്ന ഓണത്തിന് വെട്ടാറായ കുലച്ച വാഴക്കുലകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കഴിഞ്ഞ 25 വർഷമായി കൃഷിയിൽ വ്യാപൃതനായ രാമചന്ദ്രന് ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു വലിയ നഷ്ടം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വാഴയ്ക്ക് ഏകദേശം മൊത്തം 175 രൂപയോളം ചെലവ് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതരെത്തി നാശനഷ്ടം വിലയിരുത്തി നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകൻ്റെ ആവശ്യം. ഇതേസമയം കർഷകരുടെ കൃഷിനാശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുവെന്നും 2 ദിവസത്തിനുള്ളിൽ മൊത്തം വിവരം ലഭിക്കുകയുള്ളൂ എന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ഏകദേശം ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട് കൃഷി ചെയ്തതാണ്. നന്നായിട്ട് അധ്വാനിച്ച് നമ്മൾ നല്ലൊരു വിളവെടുപ്പ് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത് സംഭവം ഇങ്ങനെ ആയിപ്പോയി. പ്രകൃതി വല്ലാതെ കർഷകനെ ദുഃഖത്തിലാക്കിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കേരളം മൊത്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപം നമ്മൾ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 400ഓളം വാഴയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിലിപ്പം നിൽക്കുന്നത് കാണുവാണെങ്കിൽ ഒരു 100 150 ആണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി 200ൻ്റെ മുകളിൽ വാഴ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നിൽക്കുന്ന വാഴേനെ നമുക്കൊരു വിളവ് നന്നായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ നമ്മൾ വിള ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും എല്ലാം കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നു നോക്കി നമ്മളെ നഷ്ടമൊക്കെ രേഖപ്പെടുത്തി കഴിയുന്നതും വേഗം സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിത്തരാനുള്ള ഒരു നിർദ്ദേശവും പിന്നെ അഭിപ്രായമാണ് പറയാനുള്ളത്. അപ്പോൾ അത് കഴിയുന്നതും വേഗം നമുക്ക് ആ നഷ്ടപരിഹാരം കിട്ടാനുള്ള, തുടർന്ന് എന്തെങ്കിലും കർഷകൻ എന്നുള്ള നിലയ്ക്ക് കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രചോദനമായിട്ട് ഈ നഷ്ടപരിഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ രീതിക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഇപ്പോൾ ഇപ്പോഴത്തെ ചിലവെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 175 മുതലേക്ക് 250 രൂപ വരെ ഇപ്പോൾ ഒരു വാഴയ്ക്ക് ചിലവ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 300-350 രൂപ ഒരു കൊലയ്ക്ക് പ്രതീക്ഷിക്കുന്നതായിരുന്നു നന്നായിട്ട് പരിശ്രമിച്ചത് കാരണം. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അത് കലാശിച്ചിട്ടുള്ളത്.